ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കണമല്ലോ അല്ലേ? അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസത്തെ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പലർക്കും അറിയുണ്ടാവും. അൽഹംദുലില്ലാ, ഈ മാസം 6-ന് തിങ്കളാഴ്ച ഞങ്ങൾ ഉംറക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഉംറ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. ആദ്യം തന്നെ സോറി പറയാണ്, ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ അത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഉംറ വ്ളോഗല്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉംറക്ക് പോണത്. ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് മക്കവും മദീനൊക്കെ ഇങ്ങനെ കണ്ണ് നിറച്ച് കാണുന്നത്. കുറഞ്ഞ ദിവസത്തെ ഒരു യാത്രയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് കണ്ട് കൊതി തീരുന്നതിന് മുന്നേ അവിടുന്ന് തിരിച്ചു പോരാണ് ഉണ്ടായത്. പിന്നെ അവിടെ എത്തിയപ്പോൾ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോയിട്ട് ഫോൺ എടുക്കാൻ പോലും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ വിചാരിച്ചിരുന്നു കേട്ടോ, എൻ്റെ കണ്ണിലൂടെ നിങ്ങൾക്കും മക്കും മദീനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്നുള്ളത്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ മനസ്സതിനൊന്നും സമ്മതിക്കില്ല എന്നുള്ളതാണ് സത്യം. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് എൻ്റെ ഇക്ക എനിക്ക് തന്ന എൻ്റെ ലൈഫിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സർപ്രൈസിൽ ഒന്നാണ് കേട്ടോ ഈ ഉംറ. എനിക്കറിയില്ലായിരുന്നു ഈ ഉംറൻ്റെ വിവരമൊന്നും. ഒക്കെ റെഡിയായതിന് ശേഷമാണ് ഇക്ക എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ലാസ്റ്റ് നിമിഷത്തിലുള്ള പർച്ചേസിങ് ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. 6-ാം തീയതി ആയിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. 4-ാം തീയതി രാത്രി മക്കൾക്ക് പർദ്ദയും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൂക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ അതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. ഈ മെയ് 30-നാണ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ ഞാൻ ഇക്കൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കട്ടോ, എനിക്ക് എന്താണ് ഈ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് നിങ്ങൾ ഗിഫ്റ്റ് തരിക എന്നുള്ളത്. അപ്പോൾ ഇക്കൻ്റെ അടുത്ത് പറയും, ഈ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അടിപൊളി ഗിഫ്റ്റ് തന്നെ എനിക്ക് ഞാൻ തരുന്നുള്ളത്. പക്ഷേ അൽഹംദുലില്ലാ, എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ ഇത്, ഈ ഒരു ഉംറ എന്നുള്ളത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടുന്ന്, അതും ഖത്തറിൽ നിന്ന് ഇവിടെ നമ്മൾ വിസിറ്റിങ്ങിന് വന്നതായിരുന്നല്ലോ, ഇവിടുന്ന് ഇങ്ങനെ ഉംറക്ക് പോകാൻ പറ്റുമോ എന്നുള്ളതൊന്നും. പിന്നെ ഒന്നാമത് ഹജ്ജിൻ്റെ ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെ ആണ്. അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ ഉംറക്ക് പോണീൻ്റെ തലേ ദിവസം രാത്രിയിലുള്ള ബാഗ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കാര്യമായിട്ട് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. നമ്മളിവിടെ ഖത്തറിലുള്ള ICFൻ്റെ കീഴിലാണ് ഉംറക്ക് പോയിട്ടുണ്ടായിരുന്നത്. 5 ദിവസത്തെ പാക്കേജാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അതിൽ ഒരു ദിവസം മദീനത്തും 2 ദിവസം മക്കത്തും പിന്നെ ഓരോ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര. അങ്ങനെ 3 ദിവസം മാത്രമാണ് കേട്ടോ മക്കത്തും മദീനത്തും കൂടെ നമുക്ക് കിട്ടിയത്. അപ്പം തന്നെ നിങ്ങൾക്ക് ഊഹിക്കാലോ എത്രത്തോളം നമുക്ക് അവിടെ കണ്ട് കൊതി തീർന്നിട്ടുണ്ടാവും എന്നുള്ളത്. എന്താണെങ്കിലും ഇൻഷാ അല്ലാ ഒരുപാട് സമയം മക്കത്തും മദീനത്തൊക്കെ ചെലവഴിക്കാനും പരിശുദ്ധമായ ഹജ്ജും ഉംറയൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം എനിക്കും നിങ്ങൾക്കൊക്കെ റബ്ബ് അനുഗ്രഹിക്കട്ടെ. 5 ദിവസത്തെ യാത്ര ആയതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവർക്കും 5 കൂട്ട് ഡ്രസ്സ് ചെയ്താണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ പർദ്ദയും വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ബാഗ് പാക്ക് ചെയ്യുന്ന ടൈമിൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. അവിടെ പോകുമ്പോൾ എന്തൊക്കെയാണ് എടുക്കേണ്ടത്, എന്തെങ്കിലും വിട്ടു പോകുമോ എന്നൊക്കെയുള്ള കാര്യത്തിൽ. പക്ഷേ യൂട്യൂബിൽ തന്നെ ഒരുപാട് കൂട്ടുകാർ ഉംറ ബാഗ് പാക്കിംഗ് വീഡിയോസ് ഷെയർ ചെയ്തതുകൊണ്ട് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. രാത്രി ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മുടെ ബാഗ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ രാത്രിക്കിലേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ പിന്നെ രാത്രി ഒരു 12:30-1 മണിയൊക്കെ ആകുമ്പോഴേ എല്ലാവരും ഫുഡ് കഴിക്കുള്ളൂ. കാരണം ഈ കട അടച്ച് വരിക 12:30 ആവും. അങ്ങനെ രാത്രിക്കിലേക്ക് ഞാൻ നെയ്ച്ചോറും മട്ടൻ കുറുമയും പിന്നെ അവക്കാഡോ ജ്യൂസും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് പുറത്തു പോയി ഫുഡ് കഴിച്ചപ്പോൾ എൻ്റെ സോനുട്ടി ആദ്യമായിട്ട് എൻ്റെ ഫുഡ് ഉണ്ടാക്കാനുള്ള കഴിവിനെ അംഗീകരിച്ച് തന്നൊരു നിമിഷമായിരുന്നു കേട്ടോ. എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മളെപ്പോഴും മക്കൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ആ ഒരു വാല്യൂ അറിയില്ല. പുറത്ത് പോയിട്ട് അവർക്ക് ഇഷ്ടപ്പെടാത്ത ടൈപ്പ് ടേസ്റ്റിലുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോഴാണ് നമ്മൾ ഉണ്ടാക്കി കൊടുത്ത ആ ഒരു ഫുഡ് എത്രത്തോളം നന്നായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ഇവിടെ വിട്ട് കഴിഞ്ഞാൽ ഓരോ നാട്ടിലും ഓരോ ടൈപ്പ് ഫുഡാണല്ലോ. നമുക്ക് കുറച്ച് എരിവും പുളിയൊക്കെ അധികം ഇഷ്ടമുള്ള കൂട്ടത്തിൽ പെടുന്ന ആളുകളുമാണ്. നമ്മളിവിടുന്ന് പോണ വഴി ഓരോ പെട്രോൾ സ്റ്റേഷനിലും വണ്ടി നിർത്തിയിട്ട് അവിടുന്ന് ആയിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. മദീനത്തെ ഫുഡ് നല്ലതായിരുന്നു കേട്ടോ, നമ്മളെ നാടൻ ഫുഡ് ഐറ്റംസ് ആയിരുന്നു. പക്ഷെ മക്കത്തെ ഫുഡ് നമ്മുടെ ഒരു ചോയ്സിന് പറ്റിയതായിരുന്നില്ല. അങ്ങനെ രാത്രി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ പിറ്റേ ദിവസം നമ്മൾ പോണ ടൈമിൽ അവിടുന്ന് ഉച്ചക്ക് കഴിക്കാനുള്ള ഫുഡ് ഇവിടുന്ന് ആക്കിയിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടെ കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് ബർഗറും ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം രാവിലെ എണീറ്റ് പിന്നെ ഫ്രഷ് ആയിട്ട് അങ്ങനെ പോവാം, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാനുള്ളൊരു ടൈം കിട്ടൂലല്ലോ. അപ്പോൾ അത് തലേന്നേ ആക്കിയിട്ട് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. ഈ ബർഗർ പാറ്റി അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ബർഗറിന് പാറ്റി വാങ്ങുമ്പോൾ എല്ലാതൊന്നും നല്ല ടേസ്റ്റായിട്ട് കിട്ടൂല. പക്ഷേ ഇത് നല്ല ടേസ്റ്റുള്ള അടിപൊളി പാറ്റി ആയിരുന്നു. ഒരു പാക്കിൽ 4 പീസാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഞാൻ
ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ബർഗറിൻ്റെ റെസിപ്പി ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മയണൈസ് ഞാൻ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ളത് ബാക്കി ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോഴേക്കും ഞാനിവിടെ ഈ ഒരു ബർഗർ പാറ്റീസ് ഓയിലിൽ 2 സൈഡ് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ബണ്ണിലോട്ട് ഈ ഒരു മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിന് മുകളിലായിട്ട് സവാള റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ ടൊമാറ്റോ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുള്ളതും കൂടെ വെച്ച് കൊടുക്കുക. പിന്നെ ഞാനിവിടെ കക്കരി ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ടുള്ളതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ബർഗർ പാറ്റീസും കൂടെ വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു പാറ്റീസിന് ഓൾറെഡി ചൂടുള്ളതുകൊണ്ട് അതിൻ്റെ ടോപ്പിൽ നമുക്ക് ഈ സ്ലൈസ് ചീസും കൂടെ വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു ചൂടിൽ ചീസ് മെൽറ്റായി തുടങ്ങും. അതിനടുത്ത് ഞാൻ ഈ ലെറ്റ്യൂസ് ആദ്യം വെക്കാൻ മറന്നു പോയതായിരുന്നു കേട്ടോ. സാധാരണ ബർഗർ ഉണ്ടാക്കുമ്പോൾ താഴെയായിട്ടാണ് ഈ ലെറ്റ്യൂസ് വെക്കാറ്. ഞാനിപ്പോൾ ഈ ഒരു ചീസിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. എവിടെ വെച്ച് കഴിഞ്ഞാലും നമ്മൾ ബർഗർ കഴിക്കുമ്പോൾ മൊത്തത്തിൽ മിക്സ് ആയിക്കോളും. ഇനി ടോപ്പിൽ ബർഗറിൽ വീണ്ടും ഞാൻ ആ ഒരു മയണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബർഗറും സെറ്റായിട്ടുണ്ട്. ഇനി മക്കളുടെ ബാഗിൽ ഞാൻ കുറച്ച് നട്ട്സും ചിപ്സും ചോക്ലേറ്റ്സും കൂടെ വെക്കുന്നുണ്ട്. കാരണം കുറേ ദൂരം യാത്ര ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ അവരെ ഒന്ന് അടക്കി നിർത്തണമെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ കരുതിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല. മക്കൾക്ക് വിശന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താണെങ്കിലും സ്വഭാവം മഹാമോശമായിരിക്കും. എന്താണെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. തീയതിയിൽ രാവിലെ ഒരു 12 മണിയാകുമ്പോഴേക്കും ഗ്രൂപ്പിൻ്റെ അടുത്ത് എത്താനാണ് ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രാവിലെ കുറച്ച് നേരത്തെ എണീറ്റ് മക്കളൊക്കെ ഒരുക്കി അപ്പോഴേക്കും സോനുട്ടി ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഒന്ന് പാക്ക് ആക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് ബർഗർ ഞാൻ റെഡിയാക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അപ്പോൾ അതൊന്ന് ഫോയിൽ പേപ്പറൊക്കെ ചുറ്റി. ഇനിയിപ്പോൾ ഇവിടെ റൂമിൽ ഓവനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ തൊട്ട് താഴെ തന്നെ ഹോട്ടലാണ്. അപ്പോൾ അവിടെ പോയിട്ട് അതൊന്ന് ഓവനിൽ വെച്ച് ചൂടാക്കി എടുക്കണം. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യണം കേട്ടോ. ഒക്കെ സെറ്റായിട്ടുണ്ട്. മക്കളൊക്കെ റെഡിയായി അൽഹംദുലില്ലാ. ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയെന്നുണ്ടെങ്കിലും ഷോപ്പിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തോ തിരക്കിപ്പെട്ടുപോയി. അങ്ങനെ നമ്മൾ ഗ്രൂപ്പിൻ്റെ അടുത്ത് എത്താൻ കുറച്ച് ഡിലേ ആയിട്ടോ. 12 മണിക്ക് എത്താൻ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങളൊരു 12:15 ആയപ്പോഴാണ് റൂമിൽ നിന്ന് തന്നെ കടയിൽ നിന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. രാത്രിയിൽ കുറേ വൈകി കിടന്ന് രാവിലെ നേരത്തെ എണീക്കുക കാരണം അനുക്കുട്ടിക്കൊന്നും ആ ഉറക്കച്ചടവ് അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ. നൈഷുമ്പോൾ പിന്നെ വണ്ടിയിൽ കിടന്നിട്ട് കാര്യമായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളാണ് കേട്ടോ ലാസ്റ്റ് ബസ്സിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ ഉംറക്ക് പോവാണ്. ആദ്യം മദീനത്തും പിന്നെയാണ് മക്കത്ത് പോണത്. പെട്ടെന്നുള്ളൊരു ഒരുക്കങ്ങളൊക്കെ ആയത് കാരണം ടർക്കി ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഭയങ്കര ഒരു അബദ്ധമായി പോയിട്ടോ. അപ്പം അത് സോനുവിനും അനുവിനും കൊടുത്തിട്ട് നൈഷുമ്മ തണുപ്പ് സഹിക്കാനിട്ട് എൻ്റെ പർദ്ദൻ്റെ അകത്തേക്ക് കാലും കൈയൊക്കെ കയറ്റി വെച്ച് കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ യാത്ര പുറപ്പെട്ട് ഏകദേശം ഒരു 2 മണിയൊക്കെ ആയപ്പോഴേക്കും മക്കൾക്ക് വിശക്കാൻ തുടങ്ങി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാണ്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാനാണ് ബർഗർ ഉണ്ടാക്കിയത്. പക്ഷെ അവർ ഉച്ചയായപ്പോൾ ചോറൊന്നും വേണ്ട ബർഗർ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ ബർഗറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം 1 മണിക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3 മണിയോടെ സൗദി ബോർഡറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് യാത്ര കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അൽഹംദുലില്ലാ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് സൗദി ബോർഡർ കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ ഒരു ബോർഡറിൽ നിർത്തിയ സമയത്തായിരുന്നു ഫുഡ് കഴിക്കേണ്ടത്. അപ്പോൾ ബർഗർ കഴിച്ച കാരണം ആർക്കും ഫുഡ് കഴിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കൂടെയുള്ള എല്ലാവരും ഉച്ചക്കിലേക്കുള്ള ഫുഡ് വീട്ടിൽ നിന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പെട്രോൾ പമ്പിൽ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഒരു സാൻഡ്വിച്ചൊക്കെ വാങ്ങി കഴിച്ച് വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കുറേ ഉറങ്ങിയിട്ടും ഉറങ്ങാണ്ടൊക്കെ ഒരുവിധം നേരം വെളുപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇപ്പോൾ സമയം ഒരു 5 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തു.
യാത്രകളിൽ നിസ്കാരം ജമ്മും കസറായിട്ട് നിസ്കരിക്കുക എന്നുള്ളത് നമ്മൾ മദ്രസകളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിലും എനിക്ക് അതിനെപ്പറ്റി വലിയൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ യാത്രയിലാണ് എനിക്ക് ജമ്മും കസറാക്കിയിട്ട് എങ്ങനെ നിസ്കരിക്കണം എന്നുള്ളതിനെ പറ്റി അറിഞ്ഞത്. അതിനെപ്പറ്റി ഉസ്താദ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരും. അങ്ങനെ ഈ യാത്ര മുഴുവനായിട്ട് നമ്മൾ നിസ്കാരം ജമ്മും കസറായിട്ടാണ് നിസ്കരിച്ചത്. മദീനയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം സമയം ഒരു 10 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം പോയത് ഇതാ ഈ ഒരു പള്ളിയിലാണ്. ഈ പള്ളിയുടെ പേര് ഉസ്താദ് പറഞ്ഞു തന്നുണ്ടെങ്കിലും ഇപ്പം എനിക്കത് ഓർമ്മയിൽ കിട്ടണില്ല. ആർക്കെങ്കിലും ഈ പള്ളിയുടെ പേര് അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ആ പള്ളിയിൽ കയറിയിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് അവിടെ സന്ദർശിച്ച് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. ഞങ്ങൾ ഉംറക്ക് പോണ വിവരം അറിയിച്ച് ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ ഒരുപാട് കൂട്ടുകാർ ദുആവസിയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. മുത്തുറസൂലിൻ്റെ അടുത്ത് സലാം പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊന്നും മറന്നിട്ടില്ല കേട്ടോ. ഞാൻ അന്നേരം ആ ഒരു കമൻസിനൊന്ന് റീപ്ലൈ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാലും നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ മക്കയിലും മദീനയിലൊക്കെ പോയിട്ട് പ്രത്യേകം ദുആ ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങളുടെയൊക്കെ കമൻസ് കണ്ടപ്പോൾ എൻ്റെ ഉമ്മൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ദുആവസിയത്ത് ചെയ്തവരുടെ അത് തട്ടിക്കളയരുത്, അത് പ്രത്യേകം അവിടുന്ന് ദുആ ചെയ്യണം. കാരണം അതല്ലെങ്കിൽ നാളെ അതണക്കൊരു ബാധ്യതയായി തീരുന്നുള്ളത്. ഞാൻ ഇപ്രകാരമാണ് കേട്ടോ ദുആ ചെയ്തത്. അല്ലാ എൻ്റെ അടുത്ത് ദുആ വസിയത്ത് ചെയ്തിട്ടുള്ള എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ. അതേപോലെ റസൂലിൻ്റെ അടുത്ത് സലാം പറഞ്ഞിട്ടുള്ളവർക്ക് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാ, അവരുടെ സലാമിനെ നീ സ്വീകരിക്കണേ നാഥ. പിന്നെ ഈ ഒരു പുണ്യഭൂമിയിലെത്താനും ഹജ്ജും ഉംറയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളുടെയും ആഗ്രഹം നീ നിറവേറ്റി കൊടുക്കണേ റബ്ബേ. ഇതാണ് കേട്ടോ ഞാൻ ദുആ ചെയ്തത്. ഞാൻ ചെയ്തത് ശരിയല്ലേ, നിങ്ങൾ അതിൽ തൃപ്തരല്ലേ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ആദ്യം നമ്മൾ മദീനയിലാണ് പോയത്. അവിടുത്തെ ഹോട്ടൽ റൂമാണ് കേട്ടോ ഇത്. 5 ബെഡ് സ്പേസ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടുന്ന് ഫ്രഷായി പിന്നെ നമ്മൾ നേരെ പള്ളിയിൽ പോയി. ആ കാണുന്ന പച്ചക്കുബണ്ടല്ലോ അതാണ് കേട്ടോ റസൂലിൻ്റെ റൗള ഷെരീഫ്. അതിൻ്റെ താഴെയാണ് നമ്മുടെ റസൂല് അന്തി ഇറങ്ങുന്നത്. മാഷാ അല്ലാ, എൻ്റെ മക്കൾ അത് നോക്കി നിൽക്കണ കണ്ടപ്പോൾ അതെനിക്ക് എന്നും കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം ഞാനൊന്ന് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അല്ല എന്താണെങ്കിലും ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. അതൊക്കെ അനുഭവിച്ച് തന്നെ അറിയണം, പറഞ്ഞ് ഒരിക്കലും മനസ്സിലാവില്ല. മുമ്പത്തെ പോലെ അല്ല കേട്ടോ. ഉംറക്ക് അതിൻ്റെതായ പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമ്മൾ ഉംറക്ക് പോണതിന് മുന്നായിട്ട് ഒരു നുസ്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ഉംറ പെർമിറ്റും റൗള പെർമിറ്റും എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഉംറക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഖത്തറിൽ നിന്ന് പോണതിന് മുന്നേ തന്നെ നുസ്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ 4 മെയിൽ ID ഞങ്ങൾക്ക് 4 പേർക്ക് ഉംറ പെർമിറ്റും റൗള പെർമിറ്റും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നൈഷുക്കുട്ടി ചെറുതായതുകൊണ്ട് അവൾക്ക് ആവശ്യമില്ല. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് വേണ്ടത്. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ ഒക്കെ ഓക്കെ ആയിരുന്നു കേട്ടോ. അവിടെ എത്തിയിട്ട് എൻ്റെ റൗള പെർമിറ്റിൻ്റെ ടൈം 10:30 to 11 ആ ഒരു ടൈമായിരുന്നു. അങ്ങനെ ആ ടൈമിൽ നമ്മൾ ക്യൂ നിൽക്കാൻ നേരമാണ് നോക്കുമ്പോൾ എൻ്റെ റൗള പെർമിറ്റ് ക്യാൻസൽഡ് പെർമിറ്റ് എന്നാണ് കേട്ടോ കാണിക്കുന്നത്. ആ ഒരു നിമിഷത്തിൽ ആർക്കും കിട്ടും ഞാൻ വല്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. കാരണം നമ്മൾ അത്രയും സമയം ആ പച്ചക്കുബമ്മക്ക് നോക്കിയിട്ട് റസൂലിൻ്റെ റൗള നേരിട്ട് കാണാൻ പോകണ ആ ഒരു സന്തോഷത്തിൽ നിൽക്കുമ്പോൾ ആ ഒരു ലാസ്റ്റ് നിമിഷത്തിൽ ഞാൻ നേരിട്ട വലിയൊരു പരീക്ഷണമാണ് കേട്ടോ. ഞാൻ ഇത്രത്തോളം എൻ്റെ ഹൃദയം വേദനിച്ച ഒരു നിമിഷം വേറെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റക്കായൊരവസ്ഥയായിരുന്നു കേട്ടോ. അത് എങ്ങനെയൊക്കെയോ ഓടി നടന്ന് കുത്തി അവസാനം അള്ളാൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് അത് ഓക്കെ ആയി. അങ്ങനെ എനിക്ക് റൗളയിൽ കയറാനും അവിടുന്ന് റൗള ഷെരീഫിൽ നിന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാനും ദുആ ചെയ്യാനും ഒക്കെ ഭാഗ്യമുണ്ടായി. ആ ഒരു സമയം വരെ ഞാൻ അനുഭവിച്ച വേദന ഉണ്ടല്ലോ, ആ ഒരു നിസ്കാരത്തിൻ്റെ ടൈമിലൊന്നും എനിക്ക് കണ്ണ് കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ എന്താ പറയുക, ഞാൻ പൊട്ടി കരയായിരുന്നു. കാരണം പൊതുവേ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കരഞ്ഞു പോകും റസൂലിനെ ഓർത്ത് കഴിഞ്ഞാൽ തന്നെ. അതിൻ്റെ പുറത്ത് ഇങ്ങനൊരു പരീക്ഷണം കൂടെ നേരിട്ടിട്ട് പിന്നീട് അതിൽ കയറുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, തളർന്നു പോയിട്ടുണ്ടായിരുന്നു ഞാൻ. മാഷാ അല്ലാ, എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. എനിക്ക് ഒരു പരീക്ഷണങ്ങൾ നമ്മളെ ജീവിതത്തിലുണ്ടാവും. പക്ഷെ ആ ഒരു പരീക്ഷണത്തിൽ തോറ്റു പോവാണ്ട് എനിക്ക് അവിടെ എത്താനും റസൂലിൻ്റെ റൗള ഷെരീഫ് സന്ദർശിക്കാനും അവിടുന്ന് സുന്നത്ത് നമസ്കരിക്കാനും ഒക്കെ ഭാഗ്യമുണ്ടായി. അൽഹംദുലില്ലാ, ഒരുപാട് പേരുടെ പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രത്യേകം ദുആ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ എത്താനും റസൂലിൻ്റെ റൗളയിൽ കയറിയിട്ട് നമസ്കരിക്കാനും ഒക്കെയുള്ള ഭാഗ്യം നിങ്ങൾക്ക് തന്നെ കിട്ടട്ടെ. ഞാൻ പ്രാർത്ഥിക്കുക എന്നുള്ളതിലുപരി സ്വയം പ്രാർത്ഥിക്കണേനൊക്കില്ലല്ലോ അല്ലേ. അങ്ങനെ
അൽഹംദുലില്ലാ ഒരു ദിവസം റസൂലിൻ്റെ അടുത്ത് മദീനയിലും 2 ദിവസം മക്കയിലും ചെലവഴിച്ചു. ഉംറ എത്ര ചെയ്തു എന്നുള്ള കണക്ക് പറയാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എന്നാലും പല കൂട്ടുകാരും ചോദിക്കും എന്നുള്ളത് കൊണ്ട് പറയാണ്, 2 ഉംറ അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് ചെയ്യാൻ പറ്റി. ഒരു ഉംറ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചത്, പക്ഷേ അള്ളാൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് 2 ഉംറ ചെയ്യാൻ സാധിച്ചു. നമ്മളെ സോനുവിനും അൽഹംദുലില്ലാ 2 ഉംറ ചെയ്യാൻ പറ്റിയിട്ടോ. അനുക്കുട്ടി ഒരു ഉംറ എല്ലാ ഷർത്തും ഫർളും ഒക്കെ പാലിച്ചുകൊണ്ട് തന്നെ ഒരു ഉംറ അവളും നിർവഹിച്ചു. അൽഹംദുലില്ലാ റബ്ബിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ കേട്ടോ. എല്ലാവർക്കും ഒരുപാട് ആൾക്കാർ കൊതിക്കുന്നുണ്ടാവും ആ ഒരു മണ്ണിലെത്താനും അവിടുന്ന് ഹജ്ജ് ഉംറയൊക്കെ ചെയ്യാനും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കുഞ്ഞിൽ മദ്രസയിൽ താരീഖിൽ പഠിച്ച ചരിത്രങ്ങളില്ലേ, അന്നത് കഥകളായിരുന്നു നമുക്ക്. ഇന്ന് ആ ഒരു ചരിത്ര ഭൂമിയിലൂടെ ഞങ്ങളുടെ ഉസ്താദ് എല്ലാ ചരിത്രങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തി തന്നു. ഉഹദ്, ബദർ, അതുപോലെ ജബൽ നൂർ, ഹിറാഗുവ. പിന്നെ ഹജ്ജിൻ്റെ സമയത്ത് ഹാജിമാർ മിനായിൽ രാപ്പാർക്കുക, മുസ്തലിഫയിൽ രാപ്പാർക്കുക, ജംറകളിൽ കല്ലെറിയുക, ആ ഒരു സ്ഥലങ്ങളിലൂടെ ഒക്കെ നമ്മൾ പോയി അവിടെയൊക്കെ കാണാനുണ്ടായി. പിന്നെ രണ്ടാമത്തെ ഉംറയും നിർവഹിച്ചതിന് ശേഷം മക്കൾ കഅബ നോക്കിയിരുന്നപ്പോൾ അതും എനിക്ക് എൻ്റെ ഓർമ്മയിൽ വെക്കാൻ, റസൂലിൻ്റെ ആ ഒരു കുബ്ബ പച്ചക്കുബ്ബയിൽ നോക്കി നിൽക്കുന്നതും മക്കൾ കഅബത്തിനെ നോക്കി നിൽക്കുന്നതും, ഇത് രണ്ടും എന്നും ഇങ്ങനെ എടുത്തു നോക്കാനും കാണാനും ഞാൻ ഈ 2 വിഷ്വൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മക്കയിൽ 2ാമത്തെ ദിവസം രാത്രി ഉംറയ്ക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇക്കാൻ്റെ ഫ്രണ്ട് അവിടെ തന്നെയുള്ള ആളാണ് കേട്ടോ, സജീർ. ആളും ഇതുപോലെ ഉംറക്ക് ആളെ കൊണ്ടുപോകലും ഉംറൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു അതാണ് അവിടെ ജോബ്. അപ്പോൾ അവന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെയും കൂട്ടിയിട്ട് അവിടെ ക്ലോക്ക് ടവർ ഉണ്ടല്ലോ അവിടെ പോയിട്ട് ഞങ്ങൾ ഇവിടെ സൗദിയിൽ വരുമ്പോഴേ ഇക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അവിടുന്ന് അൽബൈക്ക് കഴിക്കണം എന്നുള്ളത്. ഒരുപാട് കൂട്ടുകാർ കമൻറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു ഇത്താ സൗദിയിൽ അൽബൈക്ക് അടിപൊളിയാണെന്നുള്ളത്. അങ്ങനെ അൽബൈക്ക് കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ ക്ലോക്ക് ടവറിൽ അവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളെയും കൂട്ടി അവൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നഗറ്റ്സ് ആണ് ഇട്ടുണ്ടായിരുന്നത്, അൽബൈക്ക് നഗറ്റ്സ്. അങ്ങനെ അൽബൈക്ക് ഓർഡർ എടുത്തിട്ട് നമ്മളിതാ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഈ ഒരു ക്ലോക്ക് ടവർ കാണുമ്പോൾ ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ ഇതിനകത്ത് ഇത്രയും ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ള വലിയൊരു സംഭവമാണ് എന്നുള്ളത്. രാത്രി ഏറെ വൈകി ഏകദേശം 1 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും മക്കൾക്ക് നല്ല ഉറക്കക്ഷീണമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു ഷോപ്പിൻ്റെ അടുത്തുള്ള ഗ്ലാസ്സിലൂടെ താഴോട്ട് നോക്കുമ്പോൾ കഅബൻ്റെ താഴ്ഭാഗം ഇങ്ങനെയാണ് കേട്ടോ കാണുന്നത്. പക്ഷേ ഇതിൻ്റെ ഒന്നും കൂടെ മുകളിൽ കയറിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും കഅബ കാണാൻ പറ്റുമെന്നാണ് കേട്ടോ പറഞ്ഞത്. പക്ഷേ അവിടേക്ക് ഒക്കെ ക്ലോസ് ആയിരുന്നു, നമുക്ക് കയറാനൊന്നും പറ്റിയില്ല. അങ്ങനെ ഓർഡർ ചെയ്തിട്ടുള്ള അൽബൈക്ക് നഗറ്റ്സ് ഒക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ തൽക്കാലം നമ്മൾ ഈ ഒരു നഗറ്റ്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ഇൻഷാല്ല ഒരിക്കൽ ഇവിടെ വരുമ്പോൾ ആ അൽബൈക്കിൻ്റെ ആ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ പിരിഞ്ഞു. പിന്നെ പിറ്റേ ദിവസം നമ്മൾ നേരെ ഖത്തറിലോട്ട് തിരിച്ചു പോരാണ് കേട്ടോ. അപ്പോൾ പല കൂട്ടുകാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഏത് വിസക്കാണ് ഖത്തറിൽ പോയി എന്നുള്ളത്. ഹയാ വിസക്കാണ് കേട്ടോ പോയത്. 2 മാസമാണ് അവിടെ നിൽക്കാൻ പറ്റുക. ഇൻഷാല്ല നമ്മൾ ഒരു ജൂൺ 1 കൂടിയിട്ട് നാട്ടിലോട്ട് തിരിച്ചു പോരും. അപ്പോൾ നമ്മൾ ഹയാ വിസക്ക് വന്നാലും ഇതുപോലെ നമുക്ക് ഖത്തറിൽ നിന്ന് ഉംറക്ക് പോകാനുള്ള ഒരു അവസരം ഉണ്ട് കേട്ടോ. അത് എനിക്ക് തോന്നുന്നു നമ്മൾ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് ഉംറക്ക് പോണേക്കായും ഒന്നുകൂടെ ലാഭമാണ് നമ്മൾ ഖത്തറിൽ നിന്ന് ഉംറക്ക് പോണത്. അത്രയും ക്യാഷ് വരില്ല. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഉംറ വിശേഷങ്ങൾ. അൽഹംദുലില്ലാ യാത്രക്ക് റാഹത്തായിരുന്നു. അങ്ങനെ 5 ദിവസത്തെ യാത്രക്ക് ശേഷം നമ്മൾ വീണ്ടും തിരിച്ച് ഖത്തറിൽ എത്തിയിട്ടുണ്ട്. ആർക്കും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. ചെറിയ ജലദോഷം, ചുമ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഇപ്പോൾ അൽഹംദുലില്ലാ അതൊക്കെ മാറി ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ, ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരു പക്ഷേ ഖത്തറിൽ നിന്നൊക്കെ ഉംറക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്പെട്ടേക്കാം.